Okay. Am I? Okay. Show your face first in the camera. Hello guys, welcome back our YouTube channel യാസിൻ വ്ളോഗ്സ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനായിരിക്കും ത്രൂ ഔട്ട് ദ വീഡിയോ കൂടുതലായിട്ട് സംസാരിക്കുക. ബിക്കോസ് നമ്മളെ യാസിൻകാർക്ക് മൗത്ത് അൾസറാണ്. മൗത്ത് അൾസർ ഓക്കെ. അപ്പം അധികം സംസാരിക്കാൻ പറ്റില്ല. അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. അപ്പം എന്താ നമ്മളുടെ ലവ് സ്റ്റോറിയില്ലേ, ഇന്നലെ വീഡിയോ കണ്ടോരൊക്കെ പറഞ്ഞ് ഒരു വാലും തുമ്പും ഇല്ലാത്ത രീതിയിലാണ് ഇട്ടത്. അതുകൊണ്ടല്ല, നമ്മൾ ബിഹൈൻഡ് ദ വുഡ്സ് ഇന്റർവ്യൂ അല്ലേ, ബിഹൈൻഡ് ദ വുഡ്സ് ഇന്റർവ്യൂല് ഓൾറെഡി അതിന്റെ പകുതി റഷ്യ വരെ എനിക്ക് തോന്നുന്നു നേരിട്ട് കണ്ടുവരെ എത്തിയെന്ന്. അതിന്റെ ബാക്കിയാണ് ഇപ്പം. ലവ് സ്റ്റോറിന്റെ ഒരു 80% പറഞ്ഞേ. ഇനി ഞങ്ങളിങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ മീറ്റ് ചെയ്തു. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ വി പ്രപ്പോസ്. ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്ത കുറച്ച് വീഡിയോസ് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ആ കഥയും അതിൻ്റെ കൂടെ അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ച. അപ്പം ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പം ഇന്നലെ എവിടെയാ പറഞ്ഞിട്ട്? ഇന്നലെ ഫസ്റ്റ് മെറ്റ് ഇന്നലെ ഫസ്റ്റ് പോയി മെറ്റായിരുന്നു. അപ്പൊ ഇന്ന് പ്രപ്പോസിങ് ഡേ ആട്ടോ. അങ്ങനെ നമ്മള് റഷ്യയിലെത്തി. ഞാൻ 2023 ജൂൺ 15 റഷ്യയിലെത്തി. ഇവിടുന്ന് നമ്മളെ ഫ്രണ്ടിന്റെ വീടായ ബിൽഗ്രോത്ത്ക്ക് പോയി. വെയിറ്റ് റഷ്യയിലെത്തി. നമ്മൾ തമ്മിൽ കണ്ടു. അതിനുശേഷം നമ്മൾ 2 days കഴിഞ്ഞിട്ട് മോസ്കോന്ന് നേരെ ബിൽഗ്രോദിക്ക് പോയി. ബിൽഗ്രോദ് എന്ന് വെച്ചാൽ റഷ്യന്റെ ഒരു അടുത്തുള്ള സ്ഥലമാട്ടോ. എനിക്ക് തോന്നുന്നു മോസ്കോന്ന് ഒരു 8 hours ട്രെയിൻ ട്രാവൽ ചെയ്താൽ മതി. ഉക്രൈൻ ബോർഡറായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അത്. ഓക്കെ. അപ്പം അങ്ങോട്ടാണ് പോകുന്നത്. ബിക്കോസ് അവിടെയാണ് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ലേറ. അവളുടെ അമ്മ അവിടെയാണ് ഇപ്പോൾ സെറ്റിൽ ആയേക്കുന്നത്. അപ്പം അവള് കറന്റ്ലി പുള്ളിക്കാരി ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരി വീഡിയോയിൽ വരത്തില്ല. അങ്ങനെ റഷ്യൻ കുട്ടിയാണ്. പക്ഷെ ആ കഥ ഞാൻ പറഞ്ഞുതരാം. ആ കുട്ടീനെ അതൊന്നും പറയട്ടെ. ആ കുട്ടി ഇസ്ലാമിലോട്ട് വരാൻ നിൽക്കുന്നു. അപ്പൊ ഷിങ്കു കുറച്ച് മോട്ടിവേഷൻ ഞാൻ മോട്ടിവേഷൻ കൊടുത്തിട്ടില്ല ഗൈസ്. അവള് റഷ്യൻ കുട്ടിയാണ്. ഇത് ആരും മതപരമായി എടുക്കരുത്. അപ്പം നമ്മള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ഇവിടെ അവളായിട്ട്. അപ്പം നമ്മളിങ്ങനെ തട്ടൊക്കെ കുത്തി ഇങ്ങനെ വരുമ്പോൾ അവൾക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി. അങ്ങനെ അവള് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും എല്ലാം തോന്നി. അങ്ങനെ അവൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി ഇത്. അങ്ങനെ അവൾ എന്ത് ചെയ്ത് പിന്നെ കല്യാണം കഴിച്ചത് ഉസ്ബെക്കിസ്ഥാനുള്ള ചെക്കനാണ്. അതുകൊണ്ടൊക്കെ കൂടിയാണ് അവള്. പിന്നെ അവളുടെ ബോയ് ഫ്രണ്ട് വന്നിട്ട് ഉസ്ബെക്കിസ്ഥാനിയാണ്. അവളിപ്പോ മാരീഡ് ആണ്. ഇപ്പൊ കറന്റ്ലി ഉസ്ബെക്കിസ്ഥാനിൽ അവള് സെറ്റിൽ ആട്ടോ. അത് വേറെ വിഷയം. അപ്പം അവളുടെ അടുത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്ന ബിൽഗ്രോദ്. അവളും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് 3 പേരും കൂടി ബിൽഗ്രോദ് പോയി. അപ്പം അവളുടെ അമ്മയ്ക്കൊരു വീടും ഉണ്ട്, പിന്നെ അപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ അപ്പാർട്ട്മെന്റിലാണ് അവൾ താമസിക്കുന്നത്. ഓക്കെ. ഞങ്ങളവിടെ നിന്നു. ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ യാസിനിക്കൊക്കെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അതിന്റെ ഫോട്ടോസ് ഉണ്ടോ? ഇല്ല. ഓളെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓളയിലെ കൈ വന്നെന്ന് പറഞ്ഞിട്ട് ഓളെല്ലാം ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അപ്പം അതിൽ ഡിലീറ്റ് ആയിപ്പോയി. പിന്നെന്താ പറയാ, അന്ന് എടുത്ത് അതിന്റെ പിറ്റേ ദിവസം നമ്മള് അവിടുത്തെ ബിൽഗ്രോദിന്റെ ഒരു സിറ്റി ടൂർ പോലെ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാ. അപ്പം എനിക്കൊരു സ്വഭാവം ഉണ്ട്. അതായത് കല്യാണം കഴിച്ചിട്ടില്ല എന്നാലും മാച്ചിങ് ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തിറങ്ങും. അപ്പോൾ അന്ന് ഞാൻ എന്ത് ചെയ്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പം ഒരു ഫോട്ടോ എങ്കിലും മാച്ചിങ് ഡ്രസ്സ് ഇട്ട് എടുക്കണമെന്ന്. അപ്പോൾ ഞാനൊരു വൈറ്റ് ടോപ്പും യാസിൻഖാനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി ഒരു വൈറ്റ് ഷർട്ടും കൊണ്ടുവരണമെന്ന്. അപ്പം അതുപോലെ അന്ന് നമ്മൾ വിചാരിച്ച ലെയർ ഉണ്ടല്ലോ നമുക്ക് ഫോട്ടോഗ്രാഫറായിട്ട്. അപ്പോൾ അന്നേരം
ആ ഒരു ഡ്രസ്സ് ഇടാന്ന് വെച്ചിട്ട് ഞാൻ റെഡിയായി ഇറങ്ങി. പിന്നെന്താ, ഞങ്ങൾ നേരെ ഒരു പാർക്കിൽ പോയി. ആ ഞങ്ങളെ ഫേവറേറ്റ് ഫോട്ടോ ലേറയാണ് എടുത്തത്. ആ ഫോട്ടോ ഇപ്പോൾ ഇടാം. ഈ ഫോട്ടോ ലേറയാണ് എടുത്തത്. അങ്ങനെ ഞാൻ ലേറേനോട് ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കഥ പറഞ്ഞു. അതായത് ഇതിപ്പോൾ ഞാൻ തന്നെ പറയണം, നാവിന് വയ്യെങ്കിൽ ഞാൻ പറയാം. ഞാൻ നാട്ടിൽ നിന്ന് ഇവക്കായിട്ട് ഒരു സ്വർണ്ണ മോതിരം അരപ്പവൻ്റെ അടുത്തുണ്ട് ഒരു മോതിരം. പിന്നെ നാട്ടിൽ നിന്ന് അളിയന് ജ്വല്ലറി ആണല്ലോ, പെങ്ങളോടൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പം അളിയനോട് പറഞ്ഞ് അളിയന് പൈസയൊക്കെ കൊടുത്ത് ആ സ്വർണ്ണ മോതിരം എൻ്റെ കയ്യിലുണ്ട്. പേരൊക്കെ കുത്തിയ യാസീൻ എന്ന പേര് ഇപ്പോൾ ഇവിടെ കയ്യിലില്ല. അത് നാട്ടിൽ എൻ്റെ കഥ പറയാം. അങ്ങനെ അളിയൻ്റെ നിന്ന് നമ്മളെ വിരലിൻ്റെ സൈസ് അറിയത്തില്ല എത്രയെന്ന്. അങ്ങനെ പെങ്ങളെ വിരലിൻ്റെ അവള് ഗുണ്ടു ആണല്ലോ, വീഡിയോയിൽ ഞങ്ങൾ കണ്ടില്ലേ, ഗുണ്ടു കുട്ടിയാണ്. അപ്പം ഭാവീൻ്റെ വിരലിൻ്റെ സൈസ് എടുത്തിട്ടാണ് ഇവക്ക് മോതിരം ഉണ്ടാക്കിയത്. അങ്ങനെ അപ്പം ഭാവീൻ്റെ വിരലാണ് ശിങ്കുവിൻ്റെ വിരലിനെ കണ്ട് തടി കൂടുതലുള്ളത്. ശിങ്കുവിൻ്റെ വിരൽ മെലിഞ്ഞിട്ടാണ്. അങ്ങനെ ഭാവീൻ്റെ സൈസിന് വാങ്ങി അത് ഞാൻ കയ്യിലാക്കിയിട്ടുണ്ട്. പ്രപ്പോസ് ചെയ്യണമല്ലോ, അപ്പം എങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നുള്ളൊരു ഐഡിയ മനസ്സിലില്ല. അങ്ങനെ ഞാനും ലേറെ കൂടി കുറേ തിങ്ക് ചെയ്ത്, ഓക്കും കിട്ടുന്നില്ല എനിക്കും കിട്ടുന്നില്ല. അതിൻ്റെ ശിങ്കു കാണും ചെയ്യത് ഞങ്ങൾ സംസാരിക്കണേ. ശിങ്കുവിന് വല്ല ഡൗട്ട് അടിച്ചാലും ഞാൻ പിന്നെ ലേറേനോട് സംസാരിക്കണേ. അങ്ങനെ ഇവള് കാണാതെ ഞാനും ലേറയും എങ്ങനെയെങ്കിലൊക്കെ സംസാരിക്കും അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. അങ്ങനെ കാരണം ലേറേൻ്റെ ഇൻസ്റ്റഗ്രാമില്ല, വാട്സപ്പ് നമ്പറൊന്നുമില്ല, മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാനും പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ സെറ്റാക്കി. അങ്ങനെ ഞാൻ എന്താക്കി, അപ്പോഴാണ് ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ഇത് നടക്കുന്നുണ്ടായിരുന്നു, പ്രപ്പോസൽ ഇത്. അതായത് പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന പെണ്ണ് മുന്നിലേക്കും ആണ് പുറകിലേക്കും. എന്നിട്ട് അത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡ് ചെയ്തു. ഇങ്ങനെ ഫോൺ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ബാക്കിൽ ചെക്കൻ പ്രപ്പോസ് ചെയ്യുന്ന പോലെ നിൽക്കും. അതൊരു ഇൻസ്റ്റഗ്രാം റീൽ. ആ ക്യാമറ കൂടെ കാണണം കേട്ടോ. ഒരു വിറ്റുണ്ട്, അതായത് ഇവര് എന്നെ ഈ റീല് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ ക്യാമറ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊടുക്കാം. ഇവള് കഥ കുറേ മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഈ ഒരു ഐഡിയ ഞാനും ലേറെ ഉറപ്പിച്ച്. അപ്പോൾ ലേറ ശിങ്കുവിനോട് പറഞ്ഞു നമുക്ക് റീൽ എടുക്കണം. ഞാനും പറഞ്ഞു ശിങ്കുവിനോട് നമുക്ക് റീൽ എടുക്കണം, കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ഇടാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം റീൽ ഇതാണ് അന്നത്തെ ട്രെൻഡിങ് റീല്. ശിങ്കുവിന് കാണിച്ചു കൊടുത്ത്, അതായത് ക്യാമറ ഇങ്ങനെ പൊന്തി വരുന്നു, ഞാൻ ക്യാമറ പിടിക്കുന്നു, അപ്പം ശിങ്കു തിരിഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിക്കണം. ഇതാണ് റീല്. അതിൻ്റെ വിഷ്വൽസിൻ്റെ ഇടാം. ഇങ്ങനെയാണ് റീലിൻ്റെ സ്റ്റോറി. പക്ഷെ ഞാൻ ഇവിടെ താഴെ പ്രപ്പോസ് ചെയ്യാൻ നിൽക്കുന്നതെന്ന് ശിങ്കുവിന് അറിയത്തില്ല. അങ്ങനെ ശിങ്കു ഞങ്ങൾ പാർക്കിൽ പോയി ആദ്യം റിഹേഴ്സൽ തുടങ്ങി. കാരണം ഈ പ്രപ്പോസൽ നമുക്ക് വീണ്ടും റീടേക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം ശിങ്കു ആണെങ്കിൽ ശിങ്കുവിനോട് ഞാൻ പറഞ്ഞ് ആദ്യം നമുക്ക് റീൽസിന് വേണ്ടി പഠിക്കാം. എന്നിട്ട് ശിങ്കു ഇങ്ങനെ ക്യാമറ കൊണ്ടുവരും, ശിങ്കുവിൻ്റെ കൈ ഇങ്ങനെ വളയും. അതായത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരുമ്പോൾ എൻ്റെ മുഖം കാണണം ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ശിങ്കുവിന് ഫോണിൽ കൂടെ ഞാനിങ്ങനെ മോതിരം പിടിച്ച് നിൽക്കണ കാണണം. അപ്പം പക്ഷേ ഈ ശിങ്കു ഫോൺ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ നേരെ ഇവളെ മുഖം തന്നെയാണ് ഇവള് കാണുന്നത്, ബേക്കത്തെ ഞാനില്ല. ഞാൻ പറയട്ടെ, ഇതൊരു റീൽസ് വീഡിയോ ആണെങ്കിൽ എനിക്ക് അങ്ങനെ എടുത്തിട്ട് ബേക്കോട്ട് കൊണ്ടുപോയാൽ മതി. പക്ഷേ ഇത് പ്രപ്പോസലാണ്. അപ്പോൾ ശിങ്കുവിന് ഞാൻ പ്രപ്പോസ് ചെയ്യുന്നത് വേക്കെന്ന് കാണണം, എന്നാലേ ഇത് പിന്നെ കറക്റ്റ് ഒത്തുപോകുള്ളൂ റീല്. പറഞ്ഞിട്ടില്ലല്ലോ, അതന്നല്ലേ പറയുന്നത്. അത് ഇതൊക്കെ പറയട്ടെ ഒരു ഇത് ഫോണാന്ന് വിചാരിക്കും, ആൾക്കാർക്ക് മനസ്സിലായി. അല്ല, മനസ്സിലായിട്ടില്ല. അതായത് ഈ ഫോൺ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വരുമ്പം ശിങ്കു ഇങ്ങനെ നോക്കുമ്പം ഞാൻ ബേക്കിൽ നിൽക്കുന്നത് കാണണം. ശിങ്കുവിൻ്റെ കൈ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോവുക. അപ്പോൾ ഈ ക്യാമറ ശിങ്കുവിൻ്റെ മുഖത്തോട്ടാണ്. അപ്പോൾ ശിങ്കുവിന് ബേക്കിൽ ആരാ ഉള്ളതെന്ന് പോലും കാണില്ല. അപ്പോൾ ഞാൻ ശരിക്കും ക്യാമറ എടുത്താൽ മതി. ഇതിന് നോർമൽ റീൽസ് വീഡിയോ ആണെങ്കിൽ ഞാൻ ക്യാമറ എടുത്തിട്ട് എന്നെ കൂടി കാണിക്കുമ്പോൾ ശിങ്കു തിരിഞ്ഞ് എന്നെ കെട്ടിപ്പിടിക്കുന്നു. നിൽക്ക് ഇതാണ് നോർമൽ. പക്ഷേ ഈ പ്രപ്പോസൽ സീനായതുകൊണ്ട് അതിങ്ങനെ വരുമ്പോൾ ശിങ്കു ഇങ്ങനെ നോക്കുമ്പോൾ ഈ ക്യാമറയിൽ ഞാൻ ശിങ്കുവിന് മോതിരായിട്ട് നിൽക്കുന്നത് ശിങ്കു കാണണം.
എന്നാലല്ലേ അതിൽ അർത്ഥം ഉണ്ടാവുള്ളൂ. ഇവൾ ഇങ്ങനെ വരും. ഇതൊരു 10-20 ടേക്ക്, 20 30 ടേക്ക് ഞങ്ങൾ എടുത്തു നോക്കി. എനിക്കറിയൂലല്ലോ ഇത് പ്രപ്പോസ്. ഞാനിത് ഇവരെന്തി കാണിക്കുന്ന 10-20 ടേക്ക് പോയി. ഇവർക്ക് ഈ ക്യാമറ പിന്നെ കൂടെ വാങ്ങിച്ചാ പോരെ, കാണിക്കുന്ന ഭ്രാന്ത് വരുന്നത്. ഞങ്ങള് മറിച്ചും തിരിച്ചും അങ്ങനെ ലേറെ കാണിച്ചു കൊടുത്ത്, ഞാൻ കാണിച്ചു കൊടുത്ത്, ഒരു രക്ഷയില്ല. എനിക്ക് ലേറൊക്കെ ദേഷ്യം പിടിക്കാൻ തുടങ്ങി. ഇവളാണെങ്കിൽ ഒന്നും റെഡി ആവണില്ല. അങ്ങനെ ഫൈനലി ഇവരെന്താ പറ്റിപ്പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എത്തുമ്പോൾ ഇവള് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അവസാനം ഞങ്ങൾക്ക് മനസ്സിലായി. ഇവളിങ്ങനെ പോയിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കും. അപ്പോൾ എന്താക്കും, ഫോൺ ഇങ്ങോട്ട് തന്നെ വരും. അപ്പോൾ ഇവളിങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത്. ഈ മുട്ട് രണ്ടും ഇങ്ങോട്ടാക്കരുത്, ഇങ്ങനെ തന്നെ പിടിച്ചാണ്. അവസാനം സെറ്റപ്പാക്കി ഞങ്ങൾ എന്താക്കി, ആദ്യം റിഹേഴ്സൽ എടുത്ത് വേറെ സ്ഥലത്ത് നിന്നാണ്. പിന്നെ കറക്റ്റ് നല്ലൊരു പൊസിഷനൊക്കെ നോക്കി അവിടെ പോയി റീൽ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ലേറെ എന്താക്കി, വീഡിയോ ഓണാക്കി വെച്ച് ഞാനിങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നത്. എൻ്റെ ഫോണിലും വീഡിയോ ഓണാക്കി വെച്ച് അപ്പം ഞാൻ നോക്കി വേക്കിൽ ഞാൻ മോതിരം പിടിച്ച് നിൽക്കുന്നുണ്ട്. ശിങ്കുവാജിന്നുണ്ട്. ഏതവൻ Wow, these stupid people, look at them. I love you, Habibi. I love you, my Habibi. Habibi, I love you. I love my mommy. Show your face first in the camera. Hand straight. Straight hand. Not like this. So, you can see your photo. Okay? Open camera. Come on, slowly. Oh, wonderful. Perfect, perfect. You did. ഇത് പറ്റൂല. ഇത് You don't. Aba. Okay. Aba. What? See. I found. Eddie, camera നോക്കി. Camera നോക്കി. I asked my friends to send me the video. Open camera. Come on, slowly. Oh, wonderful. Perfect. You did that. Finally. ഓണാക്കണോ? ഓണാക്കി. റെഡി ആവുന്ന വേണം. О, ശരി. കൈ എങ്ങട്? കൈ ഇങ്ങനെ അപ്പോഴല്ലേ ഹൈറ്റിൽ എനിക്ക് ക്യാമറ മനസ്സിലായി. ഓക്കെ വൺ മോർ ടൈം. ക്യാമറയിൽ രണ്ടും കൂടി ഒരുമിച്ച് ശ്രദ്ധിച്ചാൽ കഴിഞ്ഞു. പറ്റും ഇങ്ങനെ ആക്കണോ? തന്നോ അതൊക്കെ. എന്നിട്ടോ തിരിഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിക്കുക. എന്നിട്ട് അവിടെ നോക്ക്. എവിടെ? എന്നെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരുന്നോ. എന്നിട്ട് ഓക്കെ നോക്ക്. ഓക്കെ വൺ മോർ. എന്നെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരുന്നു. ബെൻഡേ ശരീരം മൊത്തം. ഓക്കെ ശിങ്കു, റീല് കഴിഞ്ഞ് അത്രയുള്ളൂ. വൺ മോർ ടൈം. എന്നിട്ടോ വേഗം തിരിഞ്ഞെന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കും. അങ്ങനെ മതിയാ? ഓക്കെ വൺ മോർ ടൈം. Okay, fine. ഇങ്ങനല്ലേ? Ага. Все, вообще perfect. Просто Perfect. 100%. Walaikum assalam, it's me. We're walking. Yes, I'm not working today. We're just walking today around the city. Sabr. അസ്സലാമു അലൈക്കും. Come, we'll do together. Huh? One more time. Okay. Slowly.
LA? കൈ തരണോ? കൈ തന്നാലേ ഇടാൻ പറ്റൂ. ലൂസാണുള്ളത്, പെർഫെക്റ്റ് ലൂസ്. So, congratulations. Look. Look here. Since it was all recorded. Nobody. കൈ തരണോ? കൈ തന്നാലേ ഇടാൻ പറ്റൂ. ലൂസാണുള്ളത്, പെർഫെക്റ്റ് ലൂസ്. ഒരു കെട്ടിപ്പിടുത്തെങ്കിലാവാം. ഇതിനാണ് ഇത്രേ റിഹേഴ്സൽ ചെയ്ത്. ലുക്ക് എന്നിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ മോതിരം ഇട്ടെടുത്തപ്പോഴാണ് മനസ്സിലായത് ഈ മോതിരം ഭയങ്കര ലൂസാണ്. വള പോലത്തെ മോതിരമാണ്. അങ്ങനെ അതതിന് പ്രപ്പോസൽ ചെയ്ത് മോതിരത്തിൻ്റെ ഒരു കഥ ഞാൻ പറയണമെന്ന് പറഞ്ഞില്ലേ. മോതിരം ഇപ്പോൾ അളിയൻ്റെ ഷോപ്പിലുള്ള വലുതാക്കാനല്ല, ചെറുതാക്കാൻ കൊടുത്തിട്ട് ഞങ്ങൾ വാങ്ങാൻ മറന്നു. അപ്പോൾ അളിയൻ്റെ ഷോപ്പിലുണ്ട്. ഇനി നാട്ടിൽ പോകുമ്പോൾ ഞാൻ കൊണ്ടുവരാം, അടുത്തോട്ട് കൊണ്ടുവരാം. ഇതായിരുന്നു ഞങ്ങളെ പ്രപ്പോസൽ സീന്. ശിങ്കു എസ് പറഞ്ഞ് ഞാൻ മോതിരിട്ട്. അവിടെ കുറച്ച് പേര് അപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു. അവരെങ്ങനെ നോക്കിയിട്ട് എന്തോ സംഭവിക്കുന്നു എന്നുള്ള രീതിയിൽ നോക്കണ്ടായിരുന്നു. ഇതായിരുന്നു ഞങ്ങളെ പ്രപ്പോസൽ സീന്. പക്ഷെ സംഭവം ആദ്യം പ്രപ്പോസ് ചെയ്ത് ശിങ്കോടെ തന്നെ. എന്നിട്ട് ഞാൻ മോതിരായിട്ട് പോയിന്നാണ് അല്ലേ. അപ്പം അതാണ് അവിടെ നടന്നത്, പ്രപ്പോസൽ കഥ. വേറെന്താ നിനക്ക് കൂട്ടാനുള്ള? നീ അപ്പം എന്താ ചിന്തിച്ച് പറയും ഇതിങ്ങനെ ചെയ്തോണ്ടിരുന്നു? ഞാനെന്താ ഈ മോതിരം തന്നപ്പോ വണ്ടർ അടിച്ചു. അതല്ല, ഓ മൈ ഗോഡ്, റിഹേഴ്സൽ. ഇതന്നെ. ഇതെന്തോ ഇവര് കാണിക്കുന്നു? ഇവർക്ക് അങ്ങോട്ട് മോതിരം ഇത് വാങ്ങിയാ പോരെ, ഈ ക്യാമറ വാങ്ങിയാ പോരെ. ഞാനിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ എന്തിനാ നോക്കുന്നത്, ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെയൊക്കെ എൻ്റെ ചിന്ത പോണേ. എനിക്ക് അവസാനം ഭ്രാന്ത് പിടിച്ച്. പിന്നെ അവർ ഞാൻ ചിലപ്പോൾ ചെയ്യുന്നത് റെഡി എല്ലായിട്ടാക്കി. എനിക്കങ്ങനെ ക്യാമറ എടുക്കാനൊന്നും അറിയത്തില്ലല്ലോ. ഇത് വലിയ യൂട്യൂബറൊക്കെ അല്ലേ. പിന്നെ ഞാൻ സമ്മതിച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. അങ്ങനെ ഫൈനലി പ്രപ്പോസ് ചെയ്തു. ദാറ്റ്സ് പ്രപ്പോസൽ സീന്. എന്നിട്ട് ആ വീഡിയോ എവിടെ ഇട്ടിട്ടില്ല, ഇൻസ്റ്റാഗ്രാമിൽ എവിടെയും ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടില്ല, എപ്പോഴും പോസ്റ്റ് ചെയ്തിട്ടില്ല. പോസ്റ്റ് ചെയ്യോ നോക്കാം. പിന്നെ എന്നിട്ട് അന്ന് തന്നെ ഞാൻ ഭാവിക്കും ഉമ്മൊക്കെ കഴിച്ചു കൊടുത്ത്. നമ്മളെ ഫാമിലി ഗ്രൂപ്പിൽ ഇട്ടില്ലേ, ഞാനൊരു ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തു. അവരപ്പോ തന്നെ സ്റ്റാറ്റസ് ഇട്ടില്ല അറിയിച്ചു. ഇവളെ ഫ്രണ്ട്സിനെ വെച്ചിട്ട് കോളേജ് അറിയിച്ചു. ഇങ്ങനെ എന്നിട്ട് ആ മോതിരം ഉണ്ടല്ലോ, ഐഷ എന്താ ചെയ്തെന്നറിയോ? ഐഷിന്റെ കൊടുത്ത് ഐഷ നൂലിട്ട് കറക്കി ഒരു നൂല് ഫുള്ള് കഴിഞ്ഞ്. എന്നിട്ട് പോലും എന്റെ കൈയെ കൊണ്ടുവന്നിട്ട് പാകാവുന്നില്ല. ഇങ്ങനെ ഊരിക്ക് പോവാ. ഭയങ്കര ലൂസ്. ഇത്ര ലൂസ് ചെയ്തിരുന്നു. ഇത്ര ലൂസ്. എന്റെ കൈ ഭയങ്കര ചെറുതാണ്, വെരി സ്മോൾ, മെലിഞ്ഞ കൈ. അങ്ങനെ അതാണ് അവർ പ്രപ്പോസൽ. പ്രപ്പോസൽ പിന്നെ പ്രപ്പോസ് ചെയ്തിട്ടില്ല, പിന്നൊന്നുമില്ല. പിന്നെ എന്താ ഉണ്ടായതെന്ന് വെച്ചാല് എൻ്റെ വാപ്പ ഓഗസ്റ്റ് ഇതിൽ നാട്ടിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റും കല്യാണവും എല്ലാം ഫിക്സ് ചെയ്ത്. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് അന്ന് തുടങ്ങിയുള്ള കല്യാണ പ്രിപ്പറേഷൻസ് ആണ്. പ്രപ്പോസ് ചെയ്ത അന്ന് തന്നെ ലേറ എന്നോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചിലവ് വേണം. ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയി ലേറക്ക് ഫുഡ് കഴിച്ചു കൊടുത്ത്. ആദ്യം പോയിട്ട് ഐസ് ടീ അല്ലേ കുടിച്ച്, ഒരു ഓർമ്മയില്ലേ, ഒരു കഫേ കയറിയിട്ട് അതിന്റെ ഫോട്ടോസ് കഫേ കയറിയിട്ട് അവിടെ കുടിച്ച് ലാറ്റെ പോലത്തെ സാധനം അതിന്റെ ഫോട്ടോസ് ഉണ്ട് ഇടാം. അതിന് ശേഷം പിന്നെ ഇപ്പുറത്ത് പോയി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച്. അപ്പം ഇതായിരുന്നു
ദ പ്രപ്പോസിങ് സ്റ്റോറി. പ്രപ്പോസൽ സ്റ്റോറി എങ്ങനെയുണ്ട് സ്റ്റോറി ഗൈസ്? കഴിഞ്ഞ ദിവസം നിങ്ങൾ തുമ്പും പാലില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് സ്റ്റോറി ഇങ്ങനെ ഫുള്ളായിട്ട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ. ഇത് ശരിക്കും പറഞ്ഞാല് ഇതൊരു പാട്ട് നമ്മൾ ബിഹൈൻഡ് ദ വുഡ്സിൽ ഉണ്ട്. എങ്ങനെ ഞാൻ മെസ്സേജ് അയച്ച്, എങ്ങനെ യാസിൻ ഖാന്റെ നമ്പർ കിട്ടി, അതെല്ലാം ഞാൻ ബിഹൈൻഡ് ദ വുഡ്സിൽ ഓൾറെഡി സ്റ്റോറി ഞാൻ ശരിയോ ഓരോന്നോരോന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയാണ്? ആദ്യം സെക്കൻഡ് പാർട്ട് ഇറങ്ങും, എന്നിട്ടല്ലേ ഫസ്റ്റ് ഇറക്കുക. പിന്നെ ബാഹുബലി ഇറക്കിയ പോലെ ആദ്യം സെക്കൻഡ് ഇറക്കിയിട്ട് പിന്നെ ഫസ്റ്റ് ഇറക്കും. ബുദ്ധിയുള്ളവർക്കൊന്നും കുറച്ച് കൂട്ടി വായിച്ചാല് എല്ലാം കിട്ടും. ഇത് കൺക്ലൂഷൻ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിനിമ ഒന്നല്ല, നമ്മളെല്ലാ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. അല്ല, ബിഹൈൻഡ് ദ വുഡ്സിൽ പോയാൽ കിട്ടും. എങ്ങനെ മെസ്സേജ് അയച്ചു ഒരു Q&A എന്നാ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് വിട് നമുക്ക് ഫുൾ സ്റ്റോറി ലാസ്റ്റ് നമുക്ക് പറയാം. ഇതിപ്പോൾ ഫസ്റ്റ് എങ്ങനെ നമ്മൾ മീറ്റ് ചെയ്ത് എങ്ങനെ പ്രപ്പോസ് ചെയ്ത് എന്നുള്ള കഥയൊക്കെ ആയി. ഇനി നമുക്ക് ലാസ്റ്റ് അടുത്ത വീഡിയോയിൽ വേണേൽ ഫുൾ ലവ് സ്റ്റോറി പറയാം. അപ്പം ദിസ് ഈസ് ഇറ്റ്. ഇനി എനിക്ക് അവിടെ തന്നെ പറയാൻ വയ്യ. ഓക്കെ, അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. അപ്പം ഞാനാ സംസാരിക്കില്ല പറഞ്ഞത്, പക്ഷെ ഫുള്ള് സംസാരിച്ച് ഞാനാ. hope you guys enjoyed the video. അപ്പം until then, bye bye.